അതുകൊണ്ട് നമ്മുടെ എല്ലാ എപ്പോക്കിലുമുള്ള ആൾക്കാർ, എല്ലാ വാക്ക് ഓഫ് ലൈഫിലും, എല്ലാ തരത്തിലുള്ള, എല്ലാ ജീവിത നിലവാരത്തിലുമുള്ള ആൾക്കാരെ നമ്മൾ സാക്ഷ്യം പറയിപ്പിക്കുന്നതാണ്. തീരെ പ്രായമൊക്കെ വലിയ വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്തവരും പക്ഷെ പറയണ കാര്യം ഇടിവിട്ടായിരിക്കും. അവർ പറയണ കാര്യം ഇടിവിട്ടായിരിക്കും. എന്താ കാര്യം? അവർ സത്യസന്ധമായിട്ട് വിശ്വസിച്ച് അതുപോലെ അവർ പ്രയോഗിക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന റിസൾട്ടാണ്. ഉടമ്പടി റിസൾട്ടിനെ കുറിച്ച് നിങ്ങളെപ്പോഴും, അപ്പം നമ്മളിപ്പോൾ ഒരു ഉടമ്പടി, ഈ ദൈവമായിട്ട് ഒരു ഉടമ്പടി ബന്ധത്തിലാണ്. അതിൽ നമ്മൾ സാധാരണ എല്ലാ ബന്ധങ്ങളിലും ഉപയോഗിക്കുന്നത് പ്രാർത്ഥനയാണ്, അല്ലേ? ധ്യാനങ്ങളൊക്കെ കൂടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ എന്താണ് വർദ്ധിക്കണത്? പ്രാർത്ഥന നിലവാരം അങ്ങനെയല്ലേ സംഭവിക്കണത്? ധ്യാനം കഴിയുമ്പോൾ ആൾക്കാർ കുറച്ചുകൂടി മെച്ചമായ രീതിയിൽ മുമ്പത്തേക്കാൾ ഉപരി പ്രാർത്ഥിക്കും. പക്ഷേ ഉടമ്പടി ധ്യാനം കഴിഞ്ഞാൽ പ്രാർത്ഥനാ നിലവാരം മെച്ചപ്പെടുന്നതിൻ്റെ ഒപ്പം അതിനേക്കാൾ മെച്ചപ്പെടുന്നത് സാക്ഷ്യ നിലവാരമാണ്. അതാണ് വിഷയം. സാക്ഷ്യ നിലവാരം, പ്രാർത്ഥനാ നിലവാരം മെച്ചപ്പെടും. പക്ഷേ അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇതാണ്, നിലവിലുള്ള പ്രാർത്ഥനകളെ തന്നെയാണ് ഉടമ്പടി ഉപയോഗിക്കുന്നത്. നിലവിലുള്ള പ്രാർത്ഥന എന്താണ്? കാരണം നിലവിലുള്ള പ്രാർത്ഥനയെല്ലാം ഇടിവിട്ട് പ്രാർത്ഥനകളാണ്. ഉദാഹരണത്തിന് നമ്മുടെ വിശ്വാസ പ്രമാണം ഒന്ന് ചങ്കെക്കൊണ്ട് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ മനുഷ്യനേ ഉള്ളൂ. അതാണ് വിഷയം. അപ്പം ആൾക്കാർ ഉപയോഗിച്ച് തേഞ്ഞ് മാച്ച് അത് പ്രയോഗിച്ച് അവർക്ക് പരിചയമില്ലാത്തത് കൊണ്ട് അതൊരു വിശ്വാസ പ്രമാണം പോലും ഒരു പ്രാർത്ഥനയായിട്ട് ചൊല്ലിയാണ് ആൾക്കാർ അവസാനിപ്പിക്കുന്നത്. അത് വിശ്വാസ പ്രമാണം ഒരിക്കലും പ്രാർത്ഥനയല്ലല്ലോ. നമ്മൾ ചെല്ലണത്, വിശ്വാസ പ്രമാണം ചെല്ലണത് പ്രാർത്ഥനയായിട്ടാണ് ചെല്ലണത്. പക്ഷേ ഇറ്റ് ഇസ് നോട്ട് എ പ്രെയർ, ഇറ്റ് ഇസ് എ പ്രൊക്ലമേഷൻ. അതാണ് വിഷയം വരുന്നത്. അതൊരു പ്രാർത്ഥനയല്ല, പിന്നെ എന്താണ്? പ്രഖ്യാപനമാണ്. വിശ്വാസപ്രമാണം ഇപ്പോൾ നമ്മൾ ഈ സ്വർഗസ്ഥനായ വിശ്വാസപ്രമാണം ചൊല്ലിയിട്ടാണ്. അതാണ് ഉടമ്പടിയുടെ പ്രശ്നം. ഉടമ്പടിയിൽ നിലവിലുള്ള പ്രാർത്ഥനകളെയാണ് എടുത്തിരിക്കുന്നത്. എന്തൊക്കെയാണത്? വിശ്വാസപ്രമാണം, പിന്നെന്താണ്? സ്വർഗസ്ഥനായ പിതാവ്, പിന്നെന്താണ്? എന്ന് പറഞ്ഞു പറയാം.